കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകൻ മനുവിന്റെ പീഡനത്തിൽ കെ.സി.യുടെ മറ്റൊരു വീഴ്ച കൂടി പുറത്തുവരുന്നു. കോച്ച് മനു പ്രശ്നക്കാരനെന്ന് ക്രിക്കറ്റ് അസോസിയേഷന് അറിയാമായിരുന്നു. ഏപ്രിൽ 19-ന് മനുവിന്റെ പെരുമാറ്റം സംബന്ധിച്ച് പരാതി ലഭിച്ചു. ഈ പരാതി ലഭിച്ചിട്ടും മനുവിനെ കോച്ചായി തുടരാൻ അനുവദിച്ചു. പിങ്ക് ടൂർണമെന്റിലും കോച്ചായി പോയത് ഈ പരാതിക്ക് ശേഷമാണ്. പിങ്ക് ടൂർണമെന്റ് കോച്ചായി ഉൾപ്പെടുത്തിയ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അനന്തൻ, കേട്ടാൽ നടുക്കുന്ന തരത്തിലുള്ള പീഡന വാർത്തകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടും ഇയാളെ കോച്ചായി വാഴിക്കുകയായിരുന്നു കെ.സി. എന്ന തരത്തിലുള്ള തെളിവുകൾ, വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ രേഖകൾ പറയുന്നത് എന്താണ്? കെ.സി.യുടെ ക്രിക്കറ്റ് കോച്ച് മനുവിൻ്റെ ചെയ്തികൾ സംബന്ധിച്ച് ഇതുവരെ ഈ വന്ന മൊഴികളുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അപകടകാരിയായ ഒരു കുറ്റവാളിയായിരുന്നു അയാളെന്ന് വ്യക്തമാണ്. എന്നാൽ ഇത്രയും അപകടകാരിയായ ഒരാൾ എങ്ങനെയാണ് ഇത്ര കാലം കെ.സി.യുടെ കോച്ചായി ഇത്രയധികം പെൺകുട്ടികളെ പരിശീലിപ്പിക്കാൻ ആ കളത്തിലുണ്ടായിരുന്നത് എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. കെ.സി. ഇതിന് നൽകിയ മറുപടി നമ്മൾ ഈ വാർത്ത ആദ്യം കൊടുക്കുമ്പോൾ കെ.സി.യുടെ കൂടി തിരുവനന്തപുരം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൂടി പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ പിങ്ക് ടൂർണമെൻറ്റിനിടയിൽ ഉയർന്ന ആ പരാതി വരുന്നത് വരെ ഈ മനുവിൻ്റെ ചെയ്തികൾ സംബന്ധിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അയാളെ പറ്റി അങ്ങനെ ഒരു സംശയവും ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ അടുത്തിടെയാണ് പിങ്ക് ടൂർണമെൻറ്റ് നടന്നത്. അതിനുശേഷം ഏതാണ്ട് 3-4 ആഴ്ച മുമ്പാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഏപ്രിൽ 19-ന് തന്നെ തിരുവനന്തപുരം ക്രിക്കറ്റ് അസോസിയേഷന് കൃത്യമായ ഒരു പരാതി ഈ പരിശീലനത്തിനെത്തുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് ലഭിച്ചിരുന്നു. ആ പരാതി എന്ന് പറയുന്നത് വളരെ വിശദമായി ഈ കോച്ച് മനുവിൻ്റെ എല്ലാ ചെയ്തികളും സംബന്ധിച്ച് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉന്നയിക്കുന്നത്. ആ പരാതി ഏപ്രിൽ 19-ന് ലഭിച്ചിട്ടുണ്ട്. ആ പരാതി പക്ഷേ ആ രക്ഷിതാവുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പരാതിയിൽ ഒരു നടപടിയും മനുവിനെതിരെ എടുക്കുകയോ അതല്ലെങ്കിൽ ഈ ഒരു രക്ഷിതാവ് ഒരു മകളുടെ പ്രശ്നവും ഉന്നയിച്ചുകൊണ്ടൊരു പരാതി നൽകുമ്പോൾ കെ.സി.യെ അല്ലെങ്കിൽ തിരുവനന്തപുരം ക്രിക്കറ്റ് അസോസിയേഷൻ അത് ഗൗരവത്തിലെടുക്കുകയും അത് സംബന്ധിച്ചൊരു അന്വേഷണം, പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഈ മനുവിനെ അവിടെ തുടരാൻ അനുവദിക്കുകയും മാത്രമല്ല ഈ പരാതിയൊക്കെ ലഭിച്ചതിന് ശേഷമാണ് പിങ്ക് ടൂർണമെൻറ്റ് വരികയും ആ പിങ്ക് ടൂർണമെൻറ്റിൻ്റെ ഒരു ടീമിൻ്റെ കോച്ചായി മനുവിനെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ മനുവിനെ നിയോഗിച്ചുകൊണ്ടുള്ള മെയ് മാസത്തിൽ അതിന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു രേഖ കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ പരാതി ലഭിച്ചിട്ടും അതിൻ്റെ മുകളിൽ അടയിരുന്നു കൊണ്ട് ഇത്ര അപകടകാരിയായ ഒരു ക്രിമിനലിനെ അവിടെ കോച്ചായി തുടരാൻ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായൊരു ആരോപണമാണ് അസോസിയേഷൻ നേരെ ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഈ പരാതിയിൽ അതുമാത്രമല്ല, ഈ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്നത് ഈ കെ.സി.യിൽ ഈ മനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരിക്കുന്ന എല്ലാ ചെയ്തികൾ സംബന്ധിച്ചും വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈംഗികമായ അയാൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്നത്, സാമ്പത്തിക ലാഭം അവിടെ ഉണ്ടാക്കുന്നത്, അനധികൃതമായി രക്ഷിതാക്കളിൽ നിന്ന് ടൂർണമെൻറ്റുകളുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നത്, അതിനൊപ്പം തന്നെ അയാൾക്ക് ഒത്താശ ചെയ്യുന്ന മറ്റൊരു വ്യക്തി, മുതിർന്ന വനിതാ പ്ലേയേഴ്സ്, അങ്ങനെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണത്. അത്രയും വിശദമായ ഒരു പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് കെ.സി.യെ ഈ മനുവിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. മാത്രമല്ല 2018-ൽ സമാനമായൊരു പരാതി അയാൾക്കെതിരെ ഉയരുകയും പക്ഷേ അത് കോടതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയും അല്ലെങ്കിൽ കുറ്റമുക്തനാവുകയും ചെയ്തു. 2018-ൽ ആണ് അങ്ങനൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തിക്ക് നേരെ വീണ്ടും 1.5 വർഷത്തിന് ശേഷം സമാനമായൊരു പരാതി ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് കെ.സി. അത് ഗൗരവത്തിലെടുക്കാതിരുന്നതെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്.